നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ SDP-യുടെ പിന്തുണ കോൺഗ്രസിന് വേണ്ടെന്നുള്ളത്. എന്താണ് അതേക്കുറിച്ച് ഉള്ള അഭിപ്രായം? അതിലെ ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമത്തിന് വിധേയമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പാർലമെന്റ് സംവിധാനത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് SDP. 1000-ഓളം ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ഇന്ത്യയിൽ പാർട്ടിക്കുണ്ട്. പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലും ബ്ലോക്കിൽ, ജില്ലാ പഞ്ചായത്തിലുമായിട്ട് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ഒരു നിലപാട് പറയും, രാഷ്ട്രീയ നിലപാടാണ്. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടി, പൗരബോധമുള്ളൊരു പാർട്ടി സാഹചര്യത്തിനനുസരിച്ച് രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുക. അതാണ് നമ്മുടെ രാജ്യ താല്പര്യം. നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ഒരു പ്രക്രിയയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. അതിലൊരു നിലപാട് പറയുന്ന ഒരു രാഷ്ട്രീയമായ പക്വതയും അതിലൊരു ഔന്നിത്യവുമാണ്. അതാണ് പാർട്ടി ചെയ്തത്. അതിനൊരു ഒരു പൊതുവെ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിച്ചു. അത് ഞങ്ങൾ ഏകപക്ഷീയമായിട്ടൊരു നിലപാടാണ്. അത് നിരാകരിക്കാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷെ അതിന് രാഷ്ട്രീയനായ അവരവരെ പറയേണ്ടത്. രാജ്യത്തെ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടി വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രാഷ്ട്രീയ യുക്തികൾ അവർക്ക് മനസ്സിലാവുള്ളൂ, നമുക്കറിയില്ല. അപ്പൊ കൊല്ലത്തെ NK പ്രേമചന്ദ്രൻ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു പ്രസ്താവന UDF-ൽ നടന്നതായിട്ട് എനിക്കറിവില്ല. കാരണം മതേതര പാർട്ടിയായിട്ടുള്ള കക്ഷികൾ അല്ലെങ്കിൽ മതേതര കക്ഷികൾ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സംഘടനകളുടെയും പിന്തുണ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ MK പ്രേമചന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോ VD സതീശന്റെ പ്രസ്താവന എനിക്കറിയില്ല എന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. എന്തായിരിക്കാം അതിന്റെ അഭിപ്രായം? അത് എനിക്ക് അവർ UDF-ന്റെ ആഭ്യന്തര കാര്യം. പ്രേമേന്ദ്രൻ സതീശൻ കുറിച്ച് അറിയില്ല. UDF-ൽ അത്ര ഒരു ആനന്ദം നടന്നിട്ടില്ല. എല്ലാ വോട്ട് സ്വീകരിക്കും, നിഷേധിക്കുന്നതാണ് പ്രേമേന്ദ്രൻ പറഞ്ഞത്. അതിന് പ്രേമേന്ദ്രന്റെ രാഷ്ട്രീയ ബോധമായിട്ട് നമ്മൾ കാണുള്ളൂ. മറ്റ് ചർച്ചകളൊക്കെ ഉള്ള ആഭ്യന്തര കാര്യമാണ്, നമുക്കറിയില്ല. പ്രേമേന്ദ്രനോട് നമ്മൾ ഇതിനെക്കുറിച്ച് പറയുകയോ ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് തിരിച്ചടിയാകും. അതായത് SDP-യുടെ പിന്തുണ നേടിയാൽ ഉത്തരേന്ത്യയിൽ ഇതുപോലെ തിരിച്ചടികൾ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് SDP-യുടെ പിന്തുണ വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് ചിന്തിക്കുന്നത്. എന്തായിരിക്കാം അതേക്കുറിച്ച്? അയാളുടെ ചിന്ത എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ അങ്ങനെ വാർത്ത വന്നു എന്ന് ചെല്ലു പറഞ്ഞു. അത് ഞങ്ങൾ അലട്ടുന്ന ഒരു പ്രശ്നമല്ല. നമ്മൾ പൗരമായിട്ട് എന്തെങ്കിലും ധാരണയിലോ ചർച്ചയിലോ ഒക്കെ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രതിസന്ധി ഉള്ളൂ. അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടാണ്, അത്രേ ഉള്ളൂ. ഇത്തരം ഒരു നിലപാട് കോൺഗ്രസ് എടുത്ത സ്ഥിതിയിൽ അടുത്ത ഒരു നിലപാട് എന്തായിരിക്കാം? അതൊന്നും ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തൊരു നിലപാടാണ്. നമുക്കത് ഒരു സ്വാഭാവികമായ നിലപാട് പറഞ്ഞപ്പോൾ ഒരു പാർട്ടി എന്ന നിലയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ബോഡി ഒന്ന് ചർച്ച ചെയ്യും. അപ്പൊ ഈ നിലപാടിൽ മാറ്റമുണ്ടോ? കോൺഗ്രസിനുള്ള പിന്തുണ എന്നുള്ള നിലപാടിൽ മാറ്റം ഉണ്ടാവുമോ? ശേഷം ഉണ്ടാകേണ്ടത്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഒരു കളക്റ്റീവ് സിസ്റ്റമാണ്.